കഴിഞ്ഞ കുറേ വർഷങ്ങളായി ED ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി BJP സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അതല്ലെങ്കിൽ BJPക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഭിന്നസ്വരങ്ങളെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് EDയെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായി. അതിൻ്റെ അവസാനത്തെ ഇരയാണ് SDPIയും അതിൻ്റെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയും. 2 വർഷം മുമ്പ് ED ഫ്രെയിം ചെയ്ത ഒരു കേസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ED ദേശീയ അധ്യക്ഷനെ സമൻസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജനുവരി 3, 4, 5 തീയതികളിൽ ഡൽഹിയിലെ ED ഹെഡ്ക്വാർട്ടേഴ്സിൽ MK ഫൈസി നേരിട്ട് ഹാജരാകുകയും അദ്ദേഹത്തിന് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും ഒക്കെയായ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് പോന്നതാണ്. അന്നത്തെ ആ ഒരു എൻക്വയറിയിൽ പ്രത്യേകിച്ചൊന്നും SDPക്കെതിരെ അവർക്ക് കണ്ടെത്താനോ പ്രത്യേകമായ എന്തെങ്കിലും രേഖപ്പെടുത്താൻ MK ഫൈസിക്കോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അവരുടെ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടയച്ചതാണ്. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും സമൻസ് നൽകുകയും അനാവശ്യമായി ഇങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പോകാതിരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം സംബന്ധിച്ചിരുന്നു. അദ്ദേഹം താമസിക്കുന്ന കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ്. വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടങ്ങളൊന്നും അദ്ദേഹത്തെ ശല്യപ്പെടുത്തുകയും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും അവർ സമൻസ് അയച്ചപ്പോൾ ആ സമൻസ് പരിഗണിച്ചുകൊണ്ട് ED ഓഫീസിൽ നേരിട്ട് ഹാജരാകുന്നതിന് വേണ്ടിയാണ് 2-ാം തീയതി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോയത്. അവിടെ വെച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങുന്ന സമയത്താണ് ED പിടിച്ചത്. സത്യത്തിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. SDP എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ വളരെ ശക്തമായി ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികളുള്ള രാജ്യത്ത് പ്രഖ്യാപിതമായ ഭരണഘടനയുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ട്. UPയിൽ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളുണ്ട്. ഝാർഖണ്ഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും 48ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതിനിധികളുണ്ട്. കർണാടകയിൽ 7 പഞ്ചായത്തുകൾ SDP സ്വന്തമാണ് ഭരിക്കുന്നത്. അതുപോലെ അവിടെ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഭരണം പങ്കിടുന്നുണ്ട്. 300-ലധികം ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SDPക്ക് കർണാടകത്തിലുണ്ട്. അതുപോലെ ഗോവയിലും ആസാമിലും തമിഴ്നാട്ടിലുമൊക്കെ SDPക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്. വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് രാജ്യത്തെ ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്മാർ, അതുപോലെ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ സമര പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഏറ്റവും അവസാനമായി ഗവൺമെൻറ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധ ശബ്ദമുയർത്തിയത് SDP ആയിരുന്നു. ബീഹാറിലെ പൂർണിയ, അതുപോലെ ആന്ധ്രയിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലും കർണാടകത്തിലും രാജസ്ഥാനിലും മുംബൈയിലും അടക്കം, കേരളത്തിൽ കൊല്ലത്തും അതുപോലെ കോഴിക്കോട് നടത്തിയിരുന്നു. വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, വിവിധ ജനവിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. അതിൽ ശ്രദ്ധേയമായ പ്രക്ഷോഭം
പൂർണ്ണയായി നടത്തിയതായിരുന്നു. അവിടെ പപ്പു യാദവ് MP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരിൽ പാർലമെന്റിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ശക്തമായ നിലപാടെടുത്തപ്പോഴും തെരുവിൽ അവരില്ലാത്ത ഒരു കുറവുണ്ടായിരുന്നു. അത് ജനകീയമായി ജനങ്ങളെ പങ്കാളികളാക്കി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തെ ശക്തമായി ജനകീയമായി പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നില്ല പകപോക്കലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP ചെയ്തിട്ടുള്ളത്.